ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഷഫ്ലാറുദ്ദീൻ ഹിയർ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ട്രീ ആണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇതുള്ളത്. നമ്മളെ വീട്ടിൽ മുകളിൽ ടെറസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം കഷ്ടപ്പാടും ഉപ്പാടതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ മാത്രം അങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് പഴുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. നന്നായി പഴുത്ത് വരുന്ന ആ ഒരു ടൈമിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഏകദേശം പഴുത്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിന് വളമിട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്തിലാണ് വെച്ചിട്ടുള്ളത്, എവിടെയാണ് വെച്ചിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ മുകളിൽ ടെറസിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉപ്പാടെ വേറൊരു കൃഷിയാണ്, കറ്റാർ വാഴ ഉണ്ട് നന്നായിട്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ കറ്റാർ വാഴയും ഇതെന്തോ ഒരു ചീരയാണ് കേട്ടോ, അതിനെപ്പറ്റി എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. താഴെ ഒരു ഡ്രമ്മിലായിട്ട് മോൾ ഭാഗത്ത് ടയർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയിരിക്കും നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള വീഡിയോ ഞാനിതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി പഴുപ്പായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു 1 വീക്കിന് ശേഷമാണ് കേട്ടോ ഞാൻ പോയി നോക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം പഴുത്ത് വന്നിട്ടുണ്ട്. എല്ലാം ഒരേപോലെയാണ് കേട്ടോ പഴുത്തിട്ടുള്ളത്. നമുക്കത് പ്ലക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എന്തായാലും ഇതൊരു അതിൻ്റെ പൂവ് കൊഴിഞ്ഞതിന് ശേഷം ഒരു 25 ഡേയ്സ് അത്രയൊക്കെ മതിയാവും കറക്റ്റ് ഈ ഒരു കളറിൽ വരാൻ. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ്, വൈറ്റ് അല്ല കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട്. അപ്പോൾ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും ഏകദേശം ഒരുപോലെ തന്നെ പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ആർക്കെങ്കിലും ഇതുപോലെ വളർത്താനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നത്. ഈ ഒരെണ്ണം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏകദേശം പഴുത്ത് വന്നിട്ടുണ്ട്. ഒരു ദിവസം കൂടെ നമ്മൾ പുറത്ത് വെച്ചാൽ നന്നായിട്ട് പഴുക്കും. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒപ്പം പൊടിച്ചിട്ടില്ല. നമുക്ക് വേണ്ടത് വന്നിട്ട് പൊട്ടിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം മാത്രം അതിൽ നിന്ന് പ്ലക്ക് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അതിൽ പൂവിട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.